ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ആനുവൽ ഇവാലുവേഷൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. എന്താണ്? താഴെ തന്നിട്ടുള്ള പോയം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് പോയം ഒന്ന് വായിച്ച് നോക്കാം. ഐ ഹാവ് എ ലിറ്റിൽ ഫ്രോഗ്. എനിക്കൊരു കുഞ്ഞു ഫ്രോഗ് ഉണ്ട്. ഹിസ് നെയിം ഈസ് ടൈനി ടീം. അവൻ്റെ പേരെന്താണ്? ടൈനി ടീം എന്നാണ്. ഐ പുട്ട് ഹിം ഇൻ ദ ബാത്ത് ടബ്. ഞാൻ അവനെ ബാത്ത് ടബിലേക്ക് ഇട്ടു. ടു സീ ഇഫ് ഹി കുഡ് സ്വിം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു സീ ഇഫ് ഹി കുഡ് സ്വിം. അവൻ നീന്തുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഹി ഡ്രാങ്ക് അപ്പ് ഓൾ ദ വാട്ടർ. അവൻ എല്ലാ വെള്ളവും കുടിച്ചു. ഡ്രിങ്ക് നമുക്കറിയാം എന്താ, കുടിക്കുകയല്ലേ. ഡ്രാങ്ക് മീൻസ് എന്താണ്? യെസ്, കുടിച്ചു, പാസ്റ്റ് ഫോമാണ്. ഓക്കെ. ഹി ഗോബ്ഡ് അപ്പ് ദ സോപ്പ്. അവൻ എന്ത് ചെയ്തു? സോപ്പൊക്കെ വലിച്ചിട്ടു അല്ലേ, വലിച്ചു കീറി. ആൻഡ് വെൻ ഹി ട്രൈഡ് ടു ടോക്ക്. അവൻ സംസാരിക്കാൻ തുടങ്ങി. ഹി ഹാഡ് എ ബബിൾ ഇൻ ദിസ് ത്രോട്ട്. അപ്പോൾ അവൻ്റെ ത്രോട്ടിൽ എന്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? യെസ്, ഹി ഹാഡ് എ ബബിൾ ഇൻ ഹിസ് ത്രോട്ട്. അവൻ്റെ തൊണ്ടയിലൊരു ബബിൾ, ഒരു കുമിള ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് പോയം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിയാലോ. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോയം. പോയത്തിന് എന്താണ്? ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. ലിറ്റിൽ ഫ്രോഗ് എന്നോ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് എന്താണോ തോന്നുന്നത് ഒരു ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, ദെൻ ഫൈൻഡ് ഔട്ട് പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. പോയത്തിൽ നിന്ന് എന്ത് ചെയ്യണം? റൈമിംഗ് വേർഡ്സ് കണ്ടെത്തി എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരെ റൈമിംഗ് വേർഡ്സ്? യെസ്, സെയിം സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ് ആണല്ലേ. അതായത് ഒരു പോയത്തിൽ അവസാന ഭാഗത്ത് സെയിം സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഏതെന്ന് പറയുന്നത്? യെസ്, റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഏത് എഴുതാം? ടിമ്മും സ്വിമ്മും എഴുതാമല്ലോ. ഏതാണ്? ടിം, സ്വിം. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലിറ്റിൽ ഫ്രോഗ്. ലിറ്റിൽ ഫ്രോഗിൻ്റെ നെയിം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരെ ലിറ്റിൽ ഫ്രോഗിൻ്റെ നെയിം? യെസ്, ടൈനി ടിം അല്ലേ, ടൈനി ടിം. ഓക്കെ, ദെൻ വൈ ഡസ് ഹി പുട്ട് ദ ഫ്രോഗ് ടു ദ ബാത്ത് ടബ്. എന്തുകൊണ്ടാണ് അവൻ ആ ഫ്രോഗിനെ ബാത്ത് ടബിലേക്ക് ഇട്ടത്? എന്തുകൊണ്ടാണ്? യെസ്, ഇവിടെ നോക്കൂ. ലാസ്റ്റ് ടു സീ ഇഫ് ഹി കുഡ് സ്വിം. കണ്ടില്ലേ? ടു സീ ഇഫ് ഹി കുഡ് സ്വിം. അവൻ നീന്തുന്നത് കാണാൻ വേണ്ടിയിട്ടല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പോയം വിത്ത് ദ മീനിങ് ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ നെക്ക്. ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ നെക്ക് എന്ന അർത്ഥം വരുന്ന വേർഡ് നമ്മളോട് ഈ പോയത്തിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്ത് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കൂ. ലാസ്റ്റ് യെസ്, ത്രോട്ട് എന്നല്ലേ. കണ്ടില്ലേ കൂട്ടുകാരെ? ത്രോട്ട് എന്ന മീനിങ് എന്താണ്? യെസ്, ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ നെക്ക് തന്നെയല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ? എന്താണ്? ത്രോട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2, ടോട്ടോച്ചാൻ ഹെൽപ്ഡ് യെസുക്കി-ചാൻ ടു ക്ലൈംബ് ഹെർ ട്രീ. എന്താണ്? ടോട്ടോച്ചാൻ യെസുക്കി-ചാനെ മരത്തിൽ കയറുന്നതിന് വേണ്ടി സഹായിച്ചു. ഓൺ റിട്ടേണിംഗ് ഹോം ടോട്ടോച്ചാൻ വാസ് തിങ്കിങ് അബൌട്ട് ഹെർ ഗ്രേറ്റ് അഡ്വഞ്ചർ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ടോട്ടോച്ചാൻ എന്താണ്? അവളുടെ ആ ഗ്രേറ്റ് അഡ്വഞ്ചറെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. റൈറ്റ് ദ തോട്ട്സ് ഓഫ് ടോട്ടോച്ചാൻ. നമ്മളോട് എന്താണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? ടോട്ടോച്ചാൻ്റെ ചിന്തകൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? കൂട്ടുകാരുടെ ഇമാജിനേഷൻ അനുസരിച്ച് എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. വാട്ട് ആൻ അഡ്വഞ്ചറസ് ഡേ ടുഡേ വാസ്. ഇന്ന് എന്ത് അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഐ ഹെൽപ്ഡ് യെസുക്കി-ചാൻ ടു ക്ലൈംബ് ദ ട്രീ. ഞാൻ എന്താണ്? മരത്തിൽ കയറുന്നതിന് യെസുക്കി-ചാനെ സഹായിച്ചു. യെസുക്കി-ചാൻ തോട്ട് ദാറ്റ് ബിക്കോസ് ഹി ഹാഡ് പോളിയോ ഹി വുഡ് നോട്ട് ഏബിൾ ടു ക്ലൈംബ് ദ ട്രീ. യെസുക്കി-ചാൻ എന്താ ചിന്തിച്ചിരുന്നത്? ബിക്കോസ് ഹി ഹാഡ് പോളിയോ ഉള്ളതിനാൽ അവന് മരത്തിൽ കയറാൻ കഴിയില്ലെന്ന് അവൻ ചിന്തിച്ചിരുന്നു. ഇറ്റ് വാസ് വിത്ത് ഗ്രേറ്റ് എഫേർട്ട് ദാറ്റ് ഐ മേഡ് യെസുക്കി-ചാൻ ക്ലൈംബ് ദ ട്രീ. താങ്ക് ഗോഡ് ഹി ഫൈനലി മാനേജ് ടു ക്ലൈംബ് ദ ട്രീ. എന്താണ്? ദൈവത്തിനോട് നന്ദി പറയുമല്ലേ. താങ്ക് ഗോഡ് ഹി ഫൈനലി മാനേജ് ടു ക്ലൈംബ് ദ ട്രീ. അവസാനം അവന് മരത്തിൽ കയറാൻ സാധിച്ചതിനാൽ ദൈവത്തിന് നന്ദി. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ബ്യൂട്ടിഫുൾ അഡ്വഞ്ചർ. ഒരിക്കലും ഞാൻ ഈ മനോഹരമായി അഡ്വഞ്ചർ ഒരിക്കലും ഞാൻ മറക്കില്ല. ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ടോട്ടോച്ചാൻ ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? കൂട്ടുകാരുടേതായ വാക്കുകളിൽ തോട്ട്സ് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 3.
ആഫ്റ്റർ പോസ്റ്റിംഗ് ദ സെക്കൻഡ് ലെറ്റർ ടു ഗോഡ് ലെഞ്ചോ റിട്ടേൺ ഹോം. ആഫ്റ്റർ പോസ്റ്റിംഗ് സെക്കൻഡ് ലെറ്റർ ടു ഗോഡ്, അവർ രണ്ടാമത്തെ ലെറ്റർ പോസ്റ്റ് ചെയ്തതിന് ശേഷം ലെഞ്ചോ വീട്ടിലേക്ക് തിരിച്ചെത്തി. ലെഞ്ചോ ടോൾഡ് എവരിത്തിങ് ടു ഹിസ് വൈഫ്. എന്താണ് ലെഞ്ചോ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വൈഫിനോട് പറഞ്ഞു. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ലെഞ്ചോ ആൻഡ് ഹിസ് വൈഫ്. അപ്പം നമ്മളോട് എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? ലെഞ്ചോയും അദ്ദേഹത്തിൻ്റെ വൈഫും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കൂ. ഫേസ്റ്റ് വൈഫ് എന്താ ചോദിക്കുന്നത്? വേർയു, നിങ്ങൾ എവിടെയായിരുന്നു? അപ്പം ലെഞ്ച എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോയതാണെന്ന് പറയുമല്ലേ. അപ്പം എന്താവും എഴുതുക നമ്മൾ? ഐ വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ്. ഞാൻ പോസ്റ്റ് ഓഫീസ് പോയിരിക്കുകയായിരുന്നു. ഐ വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ വൈഫ് എന്തോ ചോദിക്കുന്നുണ്ടല്ലേ. അപ്പം ലെഞ്ച എന്താ റിപ്ലൈ പറഞ്ഞിട്ടുള്ളത് നോക്കൂ. ഐ ഗോട്ട് ഓൺലി 70 പെസോസ്. എനിക്കാകെ 70 പെസോസേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ വൈഫ് എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? 100 പെസോസ് കിട്ടിയോ എന്ന് ചോദിച്ചിട്ടുണ്ടാവുമല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, ഡിഡ് യു ഗെറ്റ് 100 പെസോസ്? ഡിഡ് യു ഗെറ്റ് 100 പെസോസ്? അപ്പം ലെഞ്ചോ പറയാണ് ഐ ഗോട്ട് ഓൺലി 70 പെസോസ്. വൈഫ് എന്താ പറയുന്നത്? ദാറ്റ്സ് ഓൾ യു ഗോട്ട്. നിങ്ങൾക്ക് അത്രേ കിട്ടിയുള്ളൂ എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ ലെഞ്ചോ പറയും യെസ്, ബട്ട് ഐ റോട്ട് അനദർ ലെറ്റർ ടു ഗോ ടു സെൻഡ് മീ ദ റെസ്റ്റ് ഓഫ് ദ മണി. പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എനിക്ക് അത്രേ കിട്ടിയിട്ടുള്ളൂ യെസ് എന്ന് പറയല്ലേ. ബട്ട് ഐ റോട്ട് അനദർ ലെറ്റർ ടു ഗോ ടു സെൻഡ് മീ ദ റെസ്റ്റ് ഓഫ് ദ മണി. ബാക്കിയുള്ള പൈസയും കൂടി അയച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഗോഡിന് മറ്റൊരു ലെറ്ററും കൂടി അയച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ വൈഫ് എന്താ പറയുന്നത്? ഐ തിങ്ക് ഗോഡ് വിൽ സെൻഡ് അസ്. ഞാൻ ചിന്തിക്കുന്നത് ദൈവം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് അയച്ചു തരുമെന്നാണ്. അപ്പോൾ ലെഞ്ചോ തന്നെ എന്താ പറയുന്നത്? ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമുക്ക് നല്ലതിനു വേണ്ടി പ്രതീക്ഷിക്കാമെന്ന് പറയല്ലേ. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലെ വൈഫും ലെഞ്ചോയും തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി 4, ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ലെഞ്ചോസ് വില്ലേജ്, ഡിസ്ക്രൈബ് ദ വില്ലേജ്. എന്താണ്? ഇത് ലെഞ്ചോയുടെ വില്ലേജ് ആണല്ലേ, ലെഞ്ചോയുടെ ഗ്രാമമാണ്. അത് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ ആദ്യം എന്ത് ചെയ്യുക? ചിത്രം നന്നായി നിരീക്ഷിക്കുക. അതിനുശേഷം ചിത്രത്തിൽ എന്തൊക്കെയാണോ കാണാൻ സാധിക്കുന്നത് അത് ഡിസ്ക്രിപ്ഷൻ രൂപത്തിൽ എഴുതുക. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. In this picture, ലെഞ്ചോസ് വില്ലേജ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഈ ചിത്രത്തിൽ ലെഞ്ചോയുടെ വില്ലേജ് വളരെയധികം മനോഹരമാണ്, ബ്യൂട്ടിഫുൾ ആണ്. വി ക്യാൻ സീ ദ മൗണ്ടെയ്ൻസ് ആൻഡ് സൺ ഷൈനിങ് ത്രൂ ദ മൗണ്ടെയ്ൻസ് ആൻഡ് ദ ബേർഡ്സ് ഫ്ലൈയിങ്. ഹൗസ് ക്യാൻ ബി സീൻ below the hills and cornfields near the houses. A river can be seen flowing near the cornfield. A bridge can be seen across the river and house next to it. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലെ കൂട്ടുകാർക്ക് ചിത്രത്തിൽ എന്തൊക്കെയാണോ കാണാൻ സാധിക്കുന്നതെല്ലാം ഡിസ്ക്രിപ്ഷനാക്കി എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5. Here are the events of the story a Saturday morning. They are given in jumbled order. ഇവിടെ നമുക്ക് എ സാറ്റർഡേ മോർണിംഗ് എന്ന സ്റ്റോറിയിലെ ഇവൻറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. അത് എങ്ങനെയാണ് കൂട്ടുകാരെ നൽകിയിട്ടുള്ളത്? യെസ്, ജംബിൾഡ് ഓർഡറിലാണല്ലേ. അത് ശരിയായ ക്രമത്തിൽ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കൂ. ഫസ്റ്റ് എന്താണ്? ടോം വാസ് കോട്ട് ബൈ ഓൺ പോളി വൈൽ സ്റ്റീലിംഗ് ജാം. ജാമ് മോഷ്ടിക്കുന്ന സമയത്ത് ഓൺ പോളി എന്താണ്? ടോമിനെ പിടിച്ചു അല്ലേ. ദെൻ സെക്കൻഡ് പറയുന്നത് ബെൻ ആൻഡ് ഓൾ അതർ ഫ്രണ്ട്സ് വാണ്ടഡ് ടു വൈറ്റ് വാഷ് ദ ഫെൻസ്. ബെന്നും അവൻ്റെ മറ്റു ഫ്രണ്ട്സൊക്കെ എന്താണ്? ഫെൻസ് വൈറ്റ് വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. ഹി പ്ലേഡ് എ ട്രിക്ക് വൈൽ ഓൺ വാസ് എബൌട്ട് ടു ബീറ്റ് ഹിം. ഓണ്ട് അവനെ അടിക്കുന്നതിന് മുന്നേ തന്നെ അവൻ എന്താണ്? അവനൊരു ട്രിക്ക് ഉപയോഗിച്ചല്ലേ, ഒരു സൂത്രം ഉപയോഗിച്ചു. ഹി കുഡ് മേക്ക് ഓൾ ഹിസ് ഫ്രണ്ട്സ് വർക്ക് വൈൽ ഹി ടുക്ക് റെസ്റ്റ് അണ്ടർ എ ട്രീ. എന്താണ്? ഹി കുഡ് മേക്ക് ഓൾ ഹിസ് ഫ്രണ്ട്സ് വർക്ക് വൈൽ ഹി ടുക്ക് റെസ്റ്റ് അണ്ടർ ദ ട്രീ. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു? അവനൊരു മരത്തിൻ്റെ ചോട്ടിൽ റെസ്റ്റ് ചെയ്തു.
Aunt Polly punished him by making him to whitewash a big fence on Saturday. Aunt Polly എങ്ങനെയാണ് അവനെ പണിഷ് ചെയ്തത്? സാറ്റർഡേയിൽ ഒരു ബിഗ് ഫെൻസ്, ഒരു വലിയ വേലി എന്താണ് വൈറ്റ് വാഷ് ചെയ്യാൻ പറഞ്ഞു അല്ലേ? അതായിരുന്നു അവനുള്ള പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഫസ്റ്റ് വരിക? യെസ്, ഫസ്റ്റ് സെൻറ്റൻസ് തന്നെയാണല്ലേ. Tom was caught by Aunt Polly while stealing jam. Then second, yes, he played a trick while Aunt was about to beat him. Then third, Aunt Polly punished him by making him to whitewash a big fence on Saturday. Then Ben and all other friends wanted to whitewash the fence. Then fifth, he could make all his friends work while he took rest under a tree. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? അത് ശരിയായ ക്രമത്തിൽ എടുത്ത് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 6. High above the city on a tall column stood the statue of Happy Prince. Do you like the character of the Happy Prince? കൂട്ടുകാർക്ക് ഹാപ്പി പ്രിൻസിലെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, ദെൻ റൈറ്റ് എ ബ്രീഫ് പാരഗ്രാഫ് അബൌട്ട് ഹാപ്പി പ്രിൻസ്. യു മേ മേക്ക് യൂസ് ഓഫ് ദീസ് ഹിൻസ് ഗിവൺ ഇൻ ദ വേർഡ് വെബ്. എന്താണ്? നിങ്ങളോട് ഹാപ്പി പ്രിൻസിനെ കുറിച്ച് ഒരു ബ്രീഫ് പാരഗ്രാഫ്, ഒരു ലഘു പാരഗ്രാഫ്, അതായത് ഒരു ബ്രീഫ് പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യു മേ മേക്ക് യൂസ് ഓഫ് ദ ഹിൻസ് ഗിവൺ ഇൻ ദ വേർഡ് വെബ്. ഇവിടെ വേർഡ് വെബിൽ നൽകിയിരിക്കുന്ന ഹിൻസൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് നമുക്ക് ഹിൻസ് നൽകിയിട്ടുള്ളത്? ഗിൽഡഡ് വിത്ത് ഗോൾഡ്, സഫയർ, ഹാപ്പി, ഹെൽപ്ഫുൾ. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബ്രീഫ് എസ്സേ എഴുതാം. ഓക്കെ, ദ ഹാപ്പി പ്രിൻസ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി റിട്ടൺ ബൈ ഓസ്കാർ വൈൽഡ്. ഹാപ്പി പ്രിൻസ് ലിവ്ഡ് ഇൻ എ പാലസ്. ഹാപ്പി പ്രിൻസ് എവിടെയാണ് താമസിച്ചിരുന്നത്? ഒരു പാലസിലായിരുന്നു അല്ലേ. സോറോ ഹാഡ് നോ എൻട്രി ദർ. സോറോയ്ക്ക് എന്താണ്? അങ്ങോട്ടേക്ക് പ്രവേശനമില്ലായിരുന്നു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഹാപ്പി പ്രിൻസ് എ സ്റ്റാച്യു ഓഫ് ഹാപ്പി പ്രിൻസ് വാസ് എറക്റ്റഡ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദ സിറ്റി. ഹാപ്പി പ്രിൻസിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യു എവിടെ വെച്ചു എന്നാണ് പറയുന്നത്? സിറ്റിയിലെ ഒരു ഹയസ്റ്റ് പോയിന്റിൽ സ്ഥാപിച്ചു. ഹി വാസ് ഗിൽഡഡ് ഓൾ ഓവർ വിത്ത് തിൻ ലീവ്സ് ഓഫ് ഫൈൻ ഗോൾഡ്. ഫോർ ഐസ് ഹി ഹാഡ് 2 ബ്രൈറ്റ് സഫയേഴ്സ് ആയിരുന്നു അല്ലേ. ഐസ് എങ്ങനെയായിരുന്നു? വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സഫയേഴ്സ് ആയിരുന്നു. ആൻഡ് എ ലാർജ് റെഡ് റൂബി ഗ്ലോഡ് ഓൺ ഹിസ് sword hilt. Then he became sad when he started noticing the misery and suffering of needy people of the city. സിറ്റിയിലെ പീപ്പിളിൻ്റെ മിസറിയും ദുഃഖങ്ങളും അവരുടെ ദുരിതങ്ങളൊക്കെ കണ്ടുനോക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹം അങ്ങനെ സാഡായി അല്ലേ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്വാലോ ഹാപ്പി പ്രിൻസ് ഹെൽപ്പ് ദ നീഡി പീപ്പിൾ ഇൻ ഹിസ് സിറ്റി. അപ്പോൾ എന്താണ്? സാലോയുടെ സഹായത്തോടു കൂടിയിട്ട് അദ്ദേഹം രാജ്യത്തെ ജനങ്ങളെയൊക്കെ സഹായിച്ചു. അതായത് സിറ്റിയിലെ ജനങ്ങളെയൊക്കെ സഹായിച്ചു. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലൊരു ബ്രീഫ് പാരഗ്രാഫ് എഴുതുക. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 7. The meaning of some words are given below. Find out the word from the bracket and complete the crossword puzzle. ചില വേർഡ്സിൻ്റെയൊക്കെ മീനിങ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് എന്താണ്? ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സ് നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്രോസ് നോക്കൂ. എ പേഴ്സൺ ഹു വർക്ക്സ് ഓൺ എ ഷിപ്പ് ഓർ ബോട്ട്. ഷിപ്പിലും ബോട്ടിലും വർക്ക് ചെയ്യുന്ന പേഴ്സൺ എന്താണ് പറയുക? സെയിലർ ആണല്ലേ. ബ്രാക്കറ്റിൽ നോക്കുക, ഏതൊക്കെ വേർഡ്സാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? റിഫ്ലക്റ്റ്, ഗ്രാബ്, ബാറ്റിൽ, ഐലൻഡ്, സെയിലർ. ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? അതെ, സെയിലർ ആണല്ലേ. ദെൻ സെക്കൻഡ് നോക്കാം. എ ഫൈറ്റ് ബിറ്റ്വീൻ ലാർജ് ആംഡ് ഫോഴ്സസ്. ലാർജ് ആംഡ് ഫോഴ്സ് തമ്മിലുള്ള ഫൈറ്റ്, അവർ തമ്മിലുള്ള ഫൈറ്റിന് എന്താണ് പറയുന്നത്? അതെ, ബാറ്റിൽ അല്ലേ, യുദ്ധം. ആൻസർ എന്താണ്? ബാറ്റിൽ. ദെൻ ഡൗൺ നോക്കാം. ടു ടേക്ക് സംതിങ് ക്വിക്ക്ലി ബൈ ഫോഴ്സ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എന്താണ് ഫോഴ്സ് ഉപയോഗിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതിന് എന്താ പറയുന്നത്? യെസ്, ഗ്രാബ്. ഗ്രാബ് മീൻസ് തട്ടിപ്പറിക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ആൻസർ വരുന്നത്? ഗ്രാബ്. ദെൻ എ പീസ് ഓഫ് ലാൻഡ് സറൗണ്ടഡ് ബൈ വാട്ടർ. വെള്ളത്താൽ മൂടപ്പെട്ട ഒരു പീസ് ഓഫ് ലാൻഡിന് എന്താണെന്ന് പറയുന്നത് നമ്മൾ? യെസ്, ഐലൻഡ് എന്നാണല്ലേ. ഓക്കെ, ദെൻ ടു സീ ദ ഇമേജ് ഓഫ് സംബഡി ഓർ സംതിങ് ഓൺ മിറർ, വാട്ടർ, ഗ്ലാസ്, എക്സെട്ര. മിററിലും വാട്ടറിലും അതുപോലെ മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ വസ്തുക്കളുടെയോ ഒക്കെ ഇമേജ്
കാണുന്നതിന് എന്താണ് നമ്മൾ പറയുന്നത്? അതെ, റിഫ്ലക്റ്റ് ആണല്ലേ. ആൻസർ എന്താണ്? റിഫ്ലക്റ്റ്. ഓക്കെ, then നമുക്ക് ആക്ടിവിറ്റി 8 നോക്കാം. എഡിറ്റ് ദ അണ്ടർലൈൻ വേർഡ്സ് ആൻഡ് ചൂസ് ദ റൈറ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ്. എന്താണ്? അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സിന് പകരം റൈറ്റ് വേർഡ് ബ്രാക്കറ്റിൽ നിന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സഡൻലി ആൻഡ് ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഫെൽ ഇൻ ഹിസ് ഐസ്. ഈ സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? യെസ്, ആനും ഇന്നുമാണല്ലേ. ഇവിടെ ആൻ ആണോ വരേണ്ടത്? അല്ല, അവിടെ ദ എന്നും എ എന്നും നൽകിയിട്ടുണ്ട്. ദ എന്തായാലും വരില്ലല്ലോ. ആനോ എ ആണ് വരേണ്ടത്. ഫ്ലാഷ് എന്നതിന് പകരം ഏതായിരിക്കും വരിക? ഫ്ലാഷ് എന്നല്ലേ വേർഡ്. അവിടെ വവ്വൽ സൗണ്ടിലല്ലല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. വവ്വൽ സൗണ്ടിലാണ് വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ആൻ എന്ന് എഴുതണം അല്ലേ. ഇവിടെ കോൺസണൻ്റ് ആണല്ലേ, അതുകൊണ്ട് എന്താണ് വരേണ്ടത്? യെസ്, എ. ദെൻ ഇന്നിന് പകരം അവിടെ എന്താണ് വരേണ്ടത്? യെസ്, ഓൺ ആണല്ലേ. ഓൺ ഹിസ് ഐസ്. ദർ സംതിങ് ഷൈനിങ് ലൈങ് വാസ് ഓൺ ദ സാൻഡ്. അവിടെ എങ്ങനെയാണ് വരേണ്ടത്? യെസ്, വാസ് ലൈയിങ് എന്നാണല്ലേ. എങ്ങനെയാണ്? വാസ് ലൈയിങ്. ദെൻ ഹി പിക്ക് ഇറ്റ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ്. അവിടെ എങ്ങനെയാണ് വരേണ്ടത്? ഇവിടെ പ്രസൻറ്റ് ഫോമിലാണ് എഴുതിയിട്ടുള്ളത്. പാസ്റ്റ് ഫോമിലല്ലേ വരേണ്ടത്. പിക്കിൻ്റെ ഫാസ്റ്റ് ഫോം എന്താണ്? യെസ്, പിക്ക്ഡ്. ഹി പിക്ക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ്. ദെൻ ഹി ഹാഡ് നെവർ സീൻ സച്ച് എ തിങ് ബിഫോർ. അപ്പോൾ ഇവിടെ ഹീ ആണല്ലേ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ എന്താണ് മിസ്റ്റേക്ക്? യെസ്, ഹീ. ക്യാപിറ്റൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അതായത് എച്ച് ക്യാപിറ്റൽ ലെറ്റർ വേണം. അതായത് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെറ്റർ ഏതാണ്? ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യുക? ഇതുപോലെ ബ്രാക്കറ്റിൽ നിന്നും റൈറ്റ് വേർഡ് ചൂസ് ചെയ്ത് എടുത്ത് ഇത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സൊക്കെ എഡിറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, അങ്ങനെ കൂട്ടുകാരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.